സൂചന ഇന്നിപ്പോൾ നൽകിയിട്ടുണ്ട്. ആരാ സൂചന നൽകിയിരിക്കുന്നത്? AK ആന്റണി. AK ആന്റണി പറഞ്ഞിരിക്കുന്നത് എന്താ? പ്രിയപ്പെട്ട പ്രേക്ഷകരെ ശ്രദ്ധിച്ച് കേൾക്കണം. തുടക്കത്തിൽ ജനപ്രിയ പ്രഖ്യാപനങ്ങൾ പ്രതീക്ഷിക്കരുത്. നമ്മുടെ സംസ്ഥാനം പാപ്പരായ ഒരു സംസ്ഥാനമാണ്. കുറച്ച് കയ്പുനീര് കുടിക്കേണ്ടി വരും. VD സതീശനെ ഒപ്പം നിർത്തി AK ആന്റണി പറയുകയാണ്, പ്രിയപ്പെട്ട പ്രേക്ഷകരെ, എന്തായിരുന്നു വാഗ്ദാനങ്ങൾ? ഇന്ദിരാ ഗ്യാരണ്ടി. യഥാർത്ഥത്തിൽ മുതിർന്ന നേതാവ് AK ആന്റണി പറഞ്ഞതാണോ വസ്തുത? എല്ലാവിധ ബഹുമാനങ്ങളോടും കൂടി ഞാൻ അദ്ദേഹത്തോട് വിയോജിക്കുന്നു. കേരളം പാപ്പരായ ഒരു സംസ്ഥാനമാണോ? കേരളം പാപ്പരായ സംസ്ഥാനമല്ല. ഏത് ഫിസ്ക്കൽ പാരാമീറ്ററിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ സംസ്ഥാനത്തെ ഒരു പാപ്പരായ സംസ്ഥാനം എന്ന് AK ആന്റണി വിശേഷിപ്പിച്ചത്? ഇതെന്നിൽ ഒരു സംശയം ഉണ്ടാക്കുന്നത്, പ്രഖ്യാപിച്ചിരിക്കുന്ന വാഗ്ദാനം ചെയ്യപ്പെട്ട ആനുകൂല്യങ്ങൾ അത് ഉടൻ നടപ്പാക്കാതിരിക്കാനുള്ള ഒരു പ്രതിരോധമാണോ എന്നുള്ളത് സ്വാഭാവികമായിട്ടും സംശയിക്കേണ്ടി വരും. നോക്കൂ, നമ്മളുടെ വളർച്ചാ നിരക്ക് ദേശീയ ശരാശരിയേക്കാൾ മികച്ചതായി നിൽക്കുന്നില്ലേ? 6.19% നമ്മുടെ വളർച്ചാ നിരക്ക്. കേരള സംസ്ഥാനത്തിന്റെ വളർച്ചാ നിരക്ക് മറ്റു സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് മെച്ചപ്പെട്ട ഗ്രോത്ത് റേറ്റ് ഉള്ള ഒരു സംസ്ഥാനമല്ലേ കേരളം? മറ്റു സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് മെച്ചപ്പെട്ട ധനക്കമ്മി കുറവ് വന്നിരിക്കുന്ന ഒരു സംസ്ഥാനമല്ലേ കേരളം? നോക്കൂ, ഏറ്റവും ഒടുവിലുള്ള കണക്ക് പ്രകാരം 3.2%ലേക്ക് 3.5%ൽ നിന്ന് 3.2%ലേക്ക് ധനക്കമ്മി കുറഞ്ഞിരിക്കുന്ന ഒരു സംസ്ഥാനമാണ്. ഞാൻ പറഞ്ഞതല്ല, ബഡ്ജറ്റിലെ സ്ഥിതിവിവര കണക്കുകളാണ്, ആക്ച്വൽ ഫിഗേഴ്സ് ആണ്. റവന്യൂ കമ്മിയിൽ നോക്കൂ, റവന്യൂ കമ്മിയിൽ എത്രമാത്രം കുറവ് സംഭവിച്ചിരിക്കുന്നു? 2.1%ൽ നിന്ന് 1.9%ലേക്ക് റവന്യൂ കമ്മിയിൽ കുറവ് സംഭവിച്ചിരിക്കുന്നു. റവന്യൂ കമ്മിയിൽ കുറവ് വന്നിരിക്കുന്ന, ധനക്കമ്മിയിൽ കുറവ് വന്നിരിക്കുന്ന, വളർച്ചാ നിരക്കിൽ മെച്ചപ്പെട്ട കണക്ക് കാണിക്കുന്ന, പൊതുകടത്തിന്റെ കാര്യത്തിൽ 15 സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് മെച്ചപ്പെട്ട നിലയിൽ നിൽക്കുന്ന കേരള സംസ്ഥാനമാണോ പാപ്പരായ സംസ്ഥാനം? 1.25 ലക്ഷം കോടി രൂപയുടെ തനത് റവന്യൂ വരുമാനമുള്ള ഈ സംസ്ഥാനം പാപ്പരായ ഒരു സംസ്ഥാനമാണെന്നുള്ളൊരു പ്രതിരോധം അധികാരത്തിലേറും മുമ്പ് VD സതീശൻ സ്വീകരിക്കരുത് എന്നുള്ളതാണ് എനിക്ക് വിനീതമായി പറയാനുള്ളത്. അത് ജനങ്ങൾക്ക് കൊടുത്തിരിക്കുന്ന വാഗ്ദാനങ്ങളിൽ നിന്ന് ഒളിച്ചോടാനുള്ള സൂചനയായിട്ട് ഒരുപക്ഷെ ജനം വ്യാഖ്യാനിച്ചേക്കാം. ഇനി നേരിടാൻ പോകുന്നതും ഇതേ പ്രധാനപ്പെട്ട വെല്ലുവിളി തന്നെയാണ്. അത് വരും ദിവസങ്ങളിൽ കാണാം. എങ്കിലും പ്രതിപക്ഷ നേതാവായിരുന്ന, ഇപ്പോൾ നിയുക്ത മുഖ്യമന്ത്രി